ഇബ്നു ദിഹിയ തങ്ങൾ രചിച്ചതാ. ആ ഷെയ്ഖ് ഇബ്നു ദിഹിയ കിതാബ് രചിച്ചു. മൗലിദ് കിതാബ് രചിച്ചു കൊടുത്തപ്പോൾ ഓതാൻ വേണ്ടിയിട്ടേ മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തു. അതിനെക്കുറിച്ചും താഴെ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ദിഹിയ മൗലിദ് ഒന്ന് രചിക്കലായി രാജാവിനതു കണ്ടേറ്റവും സന്തോഷമായി സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതാ. ഓതാനുള്ള മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തതിന് സമ്മാനായിട്ട് 1000 സ്വർണ്ണ നാണയ കൈമടക്ക്. കഴിഞ്ഞില്ല. ആ മൗലിദിന്റെ വിഭവങ്ങൾ എന്താ അതും താഴെ തന്നെ പറഞ്ഞത് കാണാം. ഇതൊക്കെ മൗലവിമാർ മൂടി വെക്കും. അതിലെന്താ? മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും 10,000 കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. എന്തൊക്കെ പറയുന്നത്? മൗലിദ് കഴിക്കുന്നന്ന് ആട് 5000. ഏത് 5000 ആടിനെ അറുത്തിട്ടുള്ള പരിപാടിയാ. പൊരിക്കുന്നതാണ് കോഴിയും 10,000. 10,000 കോഴി 5000 ആട് അറുത്തിട്ടുള്ള ഒരു ചെറിയ മൗലിദ് പരിപാടി. ഇതാ മുസഫർ രാജാവിന്റെ മൗലിദ് പരിപാടി. ഇത് ചരിത്രത്തിൽ സ്ഥാനം നേടൂലേ? 10,000 കോഴിയും 5000 ആടും അറുത്ത് വിഭവ സമൃദ്ധമായ മൗലിദ്. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഭക്ഷണം കഴിച്ചതിന് ശേഷം തിന്നാനുള്ളതാ സ്വീറ്റ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലേ? അതൊക്കെ നമുക്കറിയാം. അത് 1,30,000 പാത്രങ്ങളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് 5 ആളെ വെച്ച് കൂട്ടി നോക്കി. അപ്പൊ എത്ര ആളുണ്ടാവും? പോണ്ട ഒരു പാത്രം ഒരാൾക്ക് വെക്ക്, എന്നാൽ എത്ര ആളുണ്ടാവും? 1,30,000 പാത്രങ്ങളിലാണ്. ചിന്തിച്ചു നോക്ക്. ഇത് മാത്രല്ല, ഇത് തഴവ മാത്രല്ല, എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഖല്ലിഖാൻ തന്റെ വഫയാത്തുൽ അയാൻ ബി അംബാഇ അബ്നാഇ സമാൻ, ഹാഫിദ് ഇബ്നുൽ ഇമാദ് ശദറാത്തുൽ ദഹബ് ഫി അഖ്ബാരി മൻ ദഹബ്, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തന്റെ ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ്, ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായ വന്നിഹായ, ഹാഫിദ് സിബ്ത് ഇബ്നുൽ ജൗസിയുടെ മിർആത്തുൽ സമാൻ, എല്ലാ ഗ്രന്ഥങ്ങളിലും ഇത് കാണാൻ കഴിയും. അവരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരൊക്കെ മൗലിദ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതും കാണാ. ഉലമാക്കൾ അനവധി ഹാജറുണ്ട് അതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. ഉലമാക്കളും സൂഫിയാക്കളും കൊടുക്കുന്ന വമ്പിച്ച സദസ്സാണ്. അവിടെ 5000 ആടും 10,000 കോഴിയും ഒക്കെ പൊരിച്ചുകൊണ്ടുള്ള സംഭവബഹുലമായ മൗലിദ്. ഇതിങ്ങനെ കേൾക്കുമുണ്ടാവും മുജാഹിദികളെ തൊള്ളയിൽ ഇങ്ങനെ വള്ളിയെടുക്കും അറിയുന്നുണ്ടോ? കാരണം തിന്നാൻ പാടില്ല അതിങ്ങനെ പറഞ്ഞു. അപ്പോഴാ ഒരു കവി പറഞ്ഞ വരി എനിക്ക് ഓർമ്മ വരുന്നത്, പതുങ്ങി കൊണ്ടതാവാഹാബികൾ എത്തുന്നതാണ് തിന്നുവാനാ കോഴികൾ, ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ. മൗലിദാഘോഷത്തെ കുറിച്ച് മുജാഹിദിന്റെ നിലപാടാണത്. അതായത് മൗലിദാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? പറ്റൂല. ആള് കാഫറ, ഓതിയ കാഫറ, ഷിർക്ക, കുഫറ, അതിന് അടുക്കാനേ പാടില്ല. അപ്പൊ ഉമർ മൗലവിയുടെ ചോദ്യം, അല്ല ആ മൗലിദിനുണ്ടാക്കിയ ചോറ് തിന്നാമോ? നോക്കണേ മുജാഹിദിന്റെ അവസ്ഥ. അപ്പൊ അതിന് മറുപടി, ചോറ് 2 സൈസ് നമ്മൾ തിന്നലുണ്ട്. ഒന്ന് വയറ് നിറക്കുക എന്ന ലക്ഷ്യത്തോടെ തിന്നലുണ്ട്, പിന്നെ വേറെ ലക്ഷ്യം മറ്റത് നിറക്കുക എന്നുള്ള നിലക്ക. എന്താ ഇയാൾ ഈ പറഞ്ഞത്? വയറ് നിറക്കുക എന്ന നിലക്കാണെങ്കിൽ കുഴപ്പമില്ല. ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ. അപ്പൊ മൗലവിമാര് പഴയ കാലത്ത് മൗലിദിന്റെ ചോറ് തിന്നാനുള്ള മസാല ഉണ്ടാക്കിയതാണത്. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് മുസഫർ രാജാവിന്റെ മൗലിദാഘോഷം ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്നാ. മൗലിദ് കഴിക്കാൻ വേണ്ടി എല്ലാ വർഷവും 3 ലക്ഷം സ്വർണ്ണ നാണയാണ് മുസഫർ രാജാവ് ചെലവഴിക്കുന്നത്. രാജകീയ പ്രൗഢിയോടെയുള്ള മൗലിദാഘോഷം. അതാണ് തഴവ പറഞ്ഞത്, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അത് ഹിജ്റ 300 ശേഷം വന്നത്. അതെന്തേ അന്ന് വരാൻ കാരണം? മൂപ്പർ അന്നാ ജീവിച്ചത്, പിന്നെ അതിന്റെ ശേഷമല്ലേ വരുള്ളൂ.
അതാണ് ഇതിന് വിഷയം. അല്ലാതെ മൗലിദാകെ നടത്തി തന്നതിന് മുമ്പ് ആരും മൗലിദാകൂടെ നടത്തിയിട്ടില്ല, അത് ബിദ്അത്താണ്, അനാചാരാണ്, പാടില്ല എന്ന് ഒരു കിതാബിലുമില്ല. ഇമാമുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി പറയാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ആ ഭാഗം നിർത്തി വെക്കുക. നിങ്ങൾ തിന്നത് നിങ്ങൾ പറഞ്ഞോളി. പക്ഷേ ഞങ്ങൾ തിന്നതല്ല, പണ്ട് മുസഫർ രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കി അന്നത്തെ ഉലമാക്കൾ തിന്നതാ. ഞങ്ങള് ചങ്ങായി എങ്ങനെ 1000 കോഴി 10,000 കോഴി ഞങ്ങൾ തിന്നാൻ പോയിക്കോ. നമ്മൾ ചോദിക്കാൻ പറയുമ്പോൾ മാന്യമായിട്ട് പറയണം, വ്യക്തിഹത്യ നടത്താൻ പാടില്ല. അതാണ് നമുക്ക് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ പറ്റി ഞങ്ങൾ തിന്നതാന്ന് പറയാൻ പാടില്ല. ഞങ്ങളല്ല തിന്നത്, പൂർവികർ തിന്നതാ. മുജാഹിദ് പ്രസ്ഥാന സ്ഥലത്തും അങ്ങനെ തിന്നാൻ വന്നിട്ടില്ല. അത് വെറുതെ ആക്ഷേപമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല നമ്മളെ വ്യക്തിഹത്യ നടത്തിയത്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ചാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകല് ഹറാമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് തയ്യാറാക്കിയ 6ാം ക്ലാസ്സിലൊരു പുസ്തകമുണ്ട്. മദാരിജുത്തുല്ലാബ് എന്നാണ് പേര്. അതിലുണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകൽ ഹറാമാകുന്നതിന് ഒരു റീസൺ ക്ഷമിക്കണം, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഹറാമാണല്ലോ, നിങ്ങൾ മണർക്കാട് ഒക്കെ എഴുതി ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് പറയുന്നത് ക്ഷമിക്കണം. അതിൽ നിങ്ങളൊരു കാരണം ഇല്ലത്ത് പറയുന്നത് ഖുറൂജാണ്, പുറപ്പെട്ടാല് ഫിത്ന ഉണ്ടാകും, അതുകൊണ്ടാണ് ഹറാമാകുന്നത്, ഫിത്ന അല്ലെങ്കിലോ കറാഹത്തെ ആവുന്നുള്ളൂ. അപ്പൊ അങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരു നല്ല ഇബാദത്തിനെ ആ കാരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇല്ലാതാക്കാം. അതേസമയം ആ അനാചാരങ്ങൾ മാത്രമല്ല, ഖബർ സിയാറത്ത് എന്നും പറഞ്ഞ് അവിടേക്ക് ശിർക്ക് ചെയ്യാൻ പോകുക, അവിടെ പോയി വലം വെക്ക് പ്രദക്ഷിണം ചെയ്യുക, സുജൂദ് ചെയ്യുക, അവിടെ പോയി ചന്ദനത്തിരി കത്തിക്കുക, അതുപോലെ നിലവിളക്ക് ഉണ്ടാക്കുക, അതുകൊണ്ടേ അവിടെ കൊടുക്കുക, പാമ്പിനെ കൊടുക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടതാ. അങ്ങനത്തെ അനാചാരങ്ങളും ശിർക്കും ചെയ്യാൻ വേണ്ടി നിങ്ങൾ സുന്നത്താണ്, അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതിലെ വൈരുദ്ധ്യം എന്താ, അതൊന്ന് മനസ്സിലാക്കി തന്നാൽ വളരെയധികം ഒരു സന്തോഷം ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തിന് മറുപടി കിട്ടിയാൽ വളരെ സന്തോഷമുണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് സന്തോഷമുള്ള മറുപടി തന്നെ പറയും. നേരത്തെ ഉസ്താദ് ഇവിടെ വിഷയം അവതരിപ്പിച്ചത് എൻ്റെ സുഹൃത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ലോകത്ത് ആദ്യമായിട്ട്, കേരളത്തിൽ ആദ്യമായിട്ട് പെണ്ണ് പള്ളിയിൽ വന്നത് 1300 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് നിങ്ങളുടെ ഉദ്ധരണി തന്നെ വെച്ചിട്ടാണ് ഉസ്താദ് ഇവിടെ കാണിച്ചു തന്നത്. ഇപ്പോ ഇയാൾ പറയുന്നു സുന്നികള് പെണ്ണ് പള്ളിയിൽ പോവാന്നുള്ള ഒരു പുണ്യകർമ്മത്തെ വിലക്കുന്നു, എന്നിട്ടോ ഖബർ സിയാറത്ത് എന്നതിലേക്ക് അവര് വിടുകയും ചെയ്യുന്നു. ഇതിലെ വൈരുദ്ധ്യമാണ് മനസ്സിലാവാത്തത് എന്ന്. വൈരുദ്ധ്യങ്ങൾ മാത്രം പറയുന്ന വഹാബികൾക്ക്, മുജാഹിദുകൾക്ക് ഇവിടെ എന്താ വൈരുദ്ധ്യം? ഞങ്ങൾക്ക് പറയാനുള്ളത്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് വന്ന് അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഞങ്ങൾ പള്ളിയിലേക്ക് വരട്ടെയോ, ഞങ്ങൾക്കും ആ കൂലി വേണ്ടയോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞത്, ഇൻസരിഫി അയ്യതുഹൽ മർഅ, പെണ്ണെ നീ പോയിക്കൊള്ളുക, നിനക്ക് നിന്റെ വീടാണ് ഉത്തമമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വഖൈറു മസാജിദിൻ നിസാഇ കഅറു ബുയൂതിഹിന്ന, പെണ്ണ് നിസ്കരിക്കേണ്ടത് വീടിന്റെ ഉള്ളിന്റെ അറയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ തടയുക എന്നാ ചോദിച്ചത്. മഹദിയായ ഉമ്മു ഹുമൈദ് സാഇദി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ ഇന്നി ഉഹിബ്ബുസ് സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, അങ്ങയോടൊന്നിച്ച് മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് സഹാബത്ത് മഅ്മൂമികളായി നിസ്കരിക്കുന്ന, ആയിരക്കണക്കിന് നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഈ മസ്ജിദുൻ നബവിയിൽ അങ്ങ് ഇമാമായി നിസ്കരിക്കുന്ന, സഹാബത്തെ കിറാം മഅ്മൂമായി നിസ്കരിക്കുന്ന ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നബിയെ എന്ന് ഉമ്മു ഹുമൈദ് സാഇദി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉമ്മു ഹുമൈദിനെ പള്ളിയെ തൊട്ട് തടഞ്ഞത് മുഹമ്മദ്